ഗൈസ് നമ്മൾ എവിടെയാണ് ഇപ്പം പോകുന്നത് പറയൂ. നമ്മൾ മാനവീയം വീതി പോവുകയാണ്. അതുവഴി കനകക്കുന്ന് കൊട്ടാരത്തിൽ, എന്നിട്ട് സമയമുണ്ടെങ്കിൽ ലുലുമാൾ. ഇന്ന് മൊത്തത്തിലൊരു എക്സ്പ്ലോർ ആണ് ഗൈസ്. ഗൈസ് നമുക്ക് വഴി അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ ഇന്ന് മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ എവിടേക്ക് എത്തും. നമ്മുടെ 2 ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വഴി അറിഞ്ഞൂടാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ ഒരു അപ്പൂപ്പൻ്റെയിലൊക്കെ വഴി ചോദിച്ച് അങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ എവിടെ എത്തും എന്ന് ഒരു പിടിയില്ല. എന്തായാലും പോയി നോക്കാം. നമുക്ക് വഴി അറിഞ്ഞൂടാ, അതാണ് ക്വസ്റ്റ്യൻ. വഴി തെറ്റി ഗൈസ് നമ്മൾ ഉറപ്പിച്ചു. ഗൈസ് ഒരുവിധം നടന്ന് നമ്മൾ മാനവീയം വീതിയിലെത്തി. പക്ഷേ അറിഞ്ഞൂടാ. വേണ്ടേ ഇതാ കണ്ടോ, കൃഷ്ണ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ സെറ്റാക്കി ഇതാ എഴുതി വെച്ചേക്കണം. നമ്മളിവിടെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ മാനവീയം വീതിയിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ 2 ഫ്രണ്ട്സ്. ഇവളുമാർ അതുവഴിയാണ് വന്നത് ഞങ്ങളെ കൂട്ടാണ്ട്. ഇവക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവർ. ഈന മലാക്കി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഗൈസ് മാനവീയത്തിൽ വന്നതാണ്, കറങ്ങി നടക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ ഭയങ്കര വെയിലാണ് ഗൈസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വെയിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാത്രം കുറച്ച് തണലുണ്ട് ഗൈസ്. നിങ്ങൾ മാനവീയത്തിൽ എൻജോയ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ രാത്രി വരണം, ഇല്ലെങ്കിൽ ഇതാ എന്നെ കണക്ക് നിന്ന് 3G ആവും. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കാണുമ്പോൾ പറയാൻ കത്തുന്ന വെയിലാണ്. ഇവിടെ കുറച്ച് മരം ഉള്ളതുകൊണ്ടാണ്. ഇതാ എൻ്റെ ഫ്രണ്ട്സ് നിന്ന് ഫോട്ടോയിലാണ്. ഇവളുമാർക്ക് വെയിലൊന്നൊരു പ്രശ്നമേ അല്ല. ഞാൻ ഇത്രയും നേരം അവിടെ ഇരുന്നു, പിന്നെ നമ്മൾ ഷോ അടിക്കണമല്ലോ, അങ്ങനെ വന്നതാണ് ഗൈസ്. ഗൈസ് നമ്മൾ തെണ്ടി തിരിഞ്ഞു വന്ന എല്ലാവരെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാനവീയം വീതിയിലെത്തി ഗൈസ്. കൃഷ്ണനെ കാണാൻ വയ്യ. ഇവിടെ ഒരു സേവ് ദ ഡേറ്റ് ആണ് ഗൈസ്. സേവ് ദ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അവർ സേവ് ദ ഡേറ്റ് ഇടുമ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അവിടെ എത്തിയ പാടെ ഒരു ബഹളമാണ് ഗായ്സ്. പിന്നെ ഒരു ഫോട്ടോ എടുക്കൽ, അങ്ങനെ എടുക്കൽ, ഇങ്ങനെ എടുക്കൽ, കമ്പി ചാരിയിക്കൽ, കമ്പി തൂങ്ങിയിക്കൽ, വെയിൽ നോക്കി വയ്ക്കൽ, ആകെപ്പാടെ ഒരു ബഹളമായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിന് വിഷമമാണ് ഗായ്സ്, ഞാൻ അവൾക്ക് മാത്രം ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പോയത് ഒരു സാധനം കാണാനാണ്. വേറൊന്നുമല്ല ഗായ്സ്, ഈ സിഗരറ്റിൻ്റെ കുറ്റി വെച്ചിട്ട് അവരൊരു കൈ വെച്ചിട്ടുണ്ട്, കൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഏതോ സിഗരറ്റ് വലിച്ച മനുഷ്യന്മാരുടെ പടമൊക്കെ അതിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്, നല്ല ക്രിയേറ്റീവായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് IFFKയിലാണ്. നമ്മുടെ സ്വന്തം നിഹാലിക്ക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് നമുക്ക് അകത്ത് കയറാനുള്ള, അതുകൊണ്ട് മുന്നേ പോകുന്നതാണ് നിഹാലിക്ക. പുള്ളി എല്ലാം സെറ്റാക്കി തന്നു നമുക്ക് അകത്ത് കയറാനുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ പോയി കുറച്ച് നേരം നിന്ന് പുള്ളി കുറച്ച് സർബത്തൊക്കെ മേടിച്ചെന്ന് അതും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാനൊരു കടയിൽ പോയി. നടന്ന് പണ്ടാരടങ്ങിയ ഒരു കടയിൽ ഫുഡും കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു ഗൈസ്. അപ്പോൾ ഓക്കേ, ടാറ്റാ.